കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനത്തിനായിട്ട് നമ്മുടെ ഹൃദയം തുറക്കാം. യെശയ്യാ 66:2. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുക, എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിനായിട്ട് നമ്മൾ ഹൃദയം തുറക്കാം, മനസ്സ് മുഴുവൻ തുറക്കാം. എസെക്കിയേൽ 3:10 പറഞ്ഞ ചെവി തുറന്ന് വചനം കേൾക്കുകയും ഹൃദയത്തിൽ അത് സൂക്ഷിക്കുകയും ചെയ്യാം. സങ്കീർത്തനം 119:11 അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയം സൂക്ഷിച്ചിരിക്കുന്നു. പ്രഭാഷകൻ 3:18-19 നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ നീ ദൈവകൃപയ്ക്ക് പാത്രമായി തീരും. അപ്പോൾ ദൈവവചനം ഹൃദയം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. എളിമയുള്ള ഹൃദയത്തിലേക്കാണ് കർത്താവിൻ്റെ വചനം വരിക. വിശുദ്ധിയുള്ള ഹൃദയങ്ങളിലേക്ക്, വിശുദ്ധി എളിമയുണ്ടെങ്കിൽ നമുക്ക് ഈശോയെ സ്വന്തമാക്കാൻ അനുഭവിക്കാനും പറ്റും. ഈശോയുടെ മക്കളായിട്ട് ഈ ഭൂമി ജീവിക്കാൻ പറ്റും. വലിയ വിടുതലിൻ്റെ മക്കളായിട്ട് മാറാൻ പറ്റും. അനുഗ്രഹത്തിൻ്റെ മക്കളായിട്ട് മാറാൻ പറ്റും. ഇവിടെ വേണ്ടുന്ന വിശ്വാസമാണ്. വിശ്വാസം ഏറെ വളരാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചനം തരാൻ ആഗ്രഹിക്കുക. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-5 വാചനം നമുക്കറിയാം. കഷ്ടത സഹനശീലം ആത്മധൈര്യം പ്രത്യാശ നമുക്ക് പ്രദാനം ചെയ്യുന്നു. അതിനുശേഷം പറയും, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ ഭയം ഉണ്ടാകാൻ പാടില്ല. പ്രത്യാശയറ്റവരല്ല, നമ്മൾ പ്രത്യാശയുള്ളവരാണ്. നമ്മളാണ് പ്രത്യാശയുടെ മക്കൾ. വി ആർ ദ ചിൽഡ്രൻ ഓഫ് റിസറക്ഷൻ. ഉത്ഥാനത്തിൻ്റെ മക്കളാണ് നമ്മൾ. ഉയർപ്പിൻ്റെ ഒരു വലിയൊരു ധൈര്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. നമ്മുടെ ഉള്ളിൽ നിന്ന് ഭയം മാറിപ്പോകാനായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 23 വരെയുള്ള വചനം, നമുക്ക് ശിഷ്യന്മാർ ഈശ്വര ഉത്ഥാനത്തിന് ശേഷം അവരുടെ ഉള്ളിലൊരു ഭയം നിൽക്കുകയാണ്. ശരിക്കും ഈ ആദ്യ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിണിതമായി സാത്താൻ നമ്മുടെ ഉള്ളിൽ കൊടുക്കുന്ന എപ്പോഴും ഫിയറാണ്. ഫിയർ എന്നൊരു മേഖല നമ്മളെ വളരെയധികം നമ്മളെ ഡോമിനേറ്റ് ചെയ്യും. അത് പുറത്തു പോകണം. അത് വിട്ടുപോകുമ്പോഴാണ് നമ്മളെല്ലാ പൈശാചിക ശക്തികളും വിട്ടുപോകും. നമുക്ക് കർത്താവിന് സാക്ഷികളാണ്. അതാണ് ലിബറേഷൻ ഫ്രം ഫിയർ ആണ് വേണ്ടത്. ഇന്നത്തെ വേണ്ടത് ലിബറേഷൻ ഫ്രം ഫിയർ. ഫിയർ പോകണം. ആ ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവാശ്രയത്വം ഉണ്ടാകുന്നത്. അത് വെറും ഒരു സൈക്കോളജിക്കൽ റിലാക്സേഷൻ നല്ലത്. ഫിയർ എന്ന് വെച്ചാൽ പോകണമെന്നുണ്ടെങ്കിൽ ശരിക്കും സൈക്കോളജിക്കൽ റിലാക്സേഷൻ സംഭവിക്കുന്നില്ല. ഭയം എന്നത് പറയുമ്പോൾ അവൻ്റെ കൂടെ ദൈവമുണ്ട് എന്നുള്ള തികഞ്ഞ ബോധ്യം കിട്ടുമ്പോൾ മാത്രം ഉണ്ട്. ആ അനുഭവത്തിൽ ഉണ്ടാകുന്നതാണ് ആ ഒരു ധൈര്യം. അപ്പോൾ അവന് ഈ ജീവിതത്തെ ഒന്നിനും പേടിക്കാൻ, നേരെ മറിച്ച് അവൻ ദൈവത്തെ മാത്രം ആഗ്രഹിക്കുന്നു, ദൈവത്തിലേക്ക് തിരിച്ചു പോകുന്നൊരു സംഭവം വരികയാണ്. അപ്പോഴാണ് ഈ വചനം യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 19 ആഴ്ചയുടെ ആദ്യ ദിവസമായി അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം പ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വം അവരെ കാണിച്ചു. യോഹന്നാൻ 20:21-22 വചനമുണ്ട്. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. അപ്പോൾ പാപത്തെ അപ്പോൾ ഈശോ പറയാണ്, അവിടെ ഈശോ അവർക്ക് ധൈര്യവും അധികാരം എല്ലാം കൊടുക്കണം. പക്ഷെ അപ്പോഴും അവരെ ഒരു ഭയം അവരുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ എപ്പോഴും അവർ നിലനിൽക്കുന്നത് കാണാൻ പറ്റും. ഫിയർ എന്നൊരു എലമെൻറ്റ് എപ്പോഴും ഉണ്ട്. അവരുടെ ജീവിതം മുഴുവൻ ഫിയർ ഉണ്ട്. ഓരോ കൊച്ചു കാര്യത്തിൽ പോലും ഉണ്ട്. അത് അന്ത്യത്താഴ് വേളയിൽ നമുക്കറിയാം, ഈശോ ശിഷ്യന്മാരുടെ പാദം കഴുകുന്നതിൻ്റെ കാരണം ഈശോയ്ക്ക് ധൈര്യമുണ്ട്. ഈശോയിൽ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈശോയ്ക്ക് ശിഷ്യന്മാരുടെ പാദം കുഴപ്പമില്ല, നമുക്കറിയാം. അതേസമയം അവിടെ അവരെല്ലാം ഒരുങ്ങി, അന്ത്യത്താഴത്തിന് വേണ്ടി ഒരുങ്ങി, ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി അവരെല്ലാം അവിടെ. അപ്പോൾ അവിടെ ചെയ്യേണ്ട ആദ്യത്തെ കർമ്മമാണ് യഹൂദരുടെ നിയമമനുസരിച്ച് പെസഹായ്ക്കുള്ള കർമ്മങ്ങളൊന്നാണ് കാല് കഴുകൽ. എല്ലാവരും കാല് കഴുകും. പക്ഷേ അവർ ആരും കഴുകിയിട്ടില്ല. കാരണം പത്രോസ് എല്ലാവരും പേടി, ചെറുതായി പോകുമോ എന്നുള്ള പേടി. അത് ശരിക്കും ഉള്ളിലെ ഭയമാണ്. മറ്റുള്ളവരും ചെറുതായി പോകും. കാരണം പരിശുദ്ധാത്മാവെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ കാല് കഴുകാനായിട്ട് അല്ലെങ്കിൽ എളുപ്പപ്പെടാൻ പറ്റാതെ പോകുന്നു. ഉള്ളിലെ ഭയമാണ്. എന്നാൽ പലപ്പോഴും കുടുംബ പ്രശ്നങ്ങൾക്ക് വരുമ്പോൾ കുടുംബ പ്രശ്നത്തിൽ അപ്പനൊന്ന് എളിമപ്പെട്ടാൽ മതി, ആ പ്രശ്നം തീർന്നു. അമ്മയൊന്ന് എളിമപ്പെട്ടാൽ മതി, പ്രശ്നം തീർന്നു. ഭാര്യ ഒന്ന് എളിമപ്പെട്ടാൽ മതി. പക്ഷെ എളിമപ്പെട്ടാൽ ചെറുതായി പോകുമോ എന്നൊരു പേടിയാണ്. പരിശുദ്ധാത്മാ അഭിഷേകം കുറഞ്ഞു പോകുമ്പോൾ, ഉള്ളിൽ കുറവാകുമ്പോൾ എപ്പോഴും നമുക്ക് എളിമപ്പെടാനുള്ള ഭയമാണ്. എളിമപ്പെട്ടാൽ നമ്മൾ തീർന്നു പോകും. നമ്മുടെ അഡ്രസ്സ് പോലും ഇല്ലാതായി തീരും. നമ്മൾ പിന്നെ അടിമയായി പോകുമെന്നുള്ള പേടിയാണ്. ഈശോ ഇവിടെ ശിഷ്യന്മാരുടെ പാദം കഴുകുമ്പോൾ ഈശോ അടിമയായി പോകുന്നില്ല. കാരണം ഈശോയിൽ ആത്മാവ് നിൽക്കുകയാണ്. ഈശോ ഒരിക്കലും അടിമയല്ല. ഈശോ സ്വതന്ത്രനാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ വ്യക്തി സ്വതന്ത്രനാണ്. റോമാലേഖനം 8:14-15 ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. അത് വീണ്ടും പറഞ്ഞു, നമ്മൾ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, നേരെ മറിച്ച് ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ നമ്മെ ഒരുക്കുന്ന പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ നാം സ്വീകരിച്ചിരിക്കുന്നത്. അവിടെ നാം ദൈവത്തെ അബ്ബാ പിതാവിനെ വിളിക്കുക, ഭയത്തിൻ്റെ ആത്മാവിനെയല്ല. അന്ന് ഒരുപാട് പേര് നിൽക്കുന്നത് ഭയത്തിൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ഫിയർ ആണ്. അപ്പോൾ ഇവിടെ ശിഷ്യന്മാർ അവിടെ കാല് കഴുകാത്തതിൻ്റെ കാരണം അവർക്ക് ഭയമുണ്ട്.
അവർ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈശോ അടിമയെത്തിയിരുന്നില്ല. അവരുടെ വിചാരം ഒരു നിമിഷം ഞാൻ ആരുടെയും കാല് കഴിയാൽ ജീവിതം പിന്നെ മുഴുവൻ അടിമത്തത്തിലേക്ക് പോകുമെന്നുള്ള ഭയമാണ്. അവിടെ പത്രോസ് കാല് കഴുകുന്നില്ല, യോഹന്നാൻ കാല് കഴുകുന്നില്ല, അന്ത്രയോസ് കഴുകുന്നില്ല, തോമസ് കഴുകുന്നു, ആരും ചെയ്യുന്നില്ല. കാരണം ഈശോ വന്നു, ഈശോ ഇറങ്ങുന്നു. കാരണം അത് പരിശുദ്ധാത്മാവുള്ളവന് അവന് എളിമയാണ്, അവൻ തികഞ്ഞവനാണ്, പൂർണ്ണത പ്രാപിച്ചവൻ. അവനാണ് യേശുവിന് അവൻ നമ്മൾ കൃപയും സത്യവുമുണ്ട്. പൂർണ്ണത പ്രാപിച്ചെന്നല്ല വചനം പറയും. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 14-15 വചനം മാംസമായ നമ്മുടെ ഇടയിൽ വസിച്ചു, കൃപയും സത്യം അവനിലൂടെ വെളിപ്പെട്ടു എന്ന വചനം വന്ന ശേഷം അവസാനം പറയും, യോഹന്നാൻ 1:15-16 യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണതയിൽ ഫുൾനെസ്സാണ്. അതാണ്, ആ ഭയമില്ല അവിടെ പരിശുദ്ധ അമ്മ കൃപയുടെ പൂർണ്ണതയുള്ളതുകൊണ്ടാണ് അവൾക്ക് സഹനത്തിൻ്റെ നിമിഷത്തിൽ ഭയമില്ല. അവൾക്ക് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കും ഭയമില്ലാത്തൊരു കാരണം അവൾ അടിമയല്ല, അവൾ സ്വതന്ത്രയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആത്മാവ് നിറഞ്ഞ വ്യക്തികൾക്ക് മാത്രമേ ഇത് എളിമപ്പെടാൻ പറ്റുള്ളൂ, എന്തേലുമാണ് തരണം പറ്റും, പരിശുദ്ധാത്മാവുള്ളവർക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ഈശോ ഇവിടെ ഈ കാല് കഴുകുമ്പോൾ ഈശോ അടിമയായി തീരുന്നില്ല, നേരെ മറിച്ച് ഈശോ ദൈവത്തിൻ്റെ പുത്രനായിട്ട് തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ കാരണം അവൻ്റെ ഉള്ളിൽ ആ ദൈവാത്മാവ് നിറഞ്ഞ, കർത്താവിൽ ദൈവാത്മാവ് നമുക്കറിയാം, ഈശോയിൽ താവും പുത്രനും പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവം കുട്ടിയിരിക്കുക, ഫുൾനെസ്സാണ് നിൽക്കുന്നത്, ഗ്രേസിൻ്റെ ഫുൾനെസ്സാണ്. അപ്പോൾ അതാണ് നിൽക്കുന്ന സംഭവമാണ്. പക്ഷേ ഇവിടെ ശിഷ്യന്മാർക്ക് ഭയം കാണാൻ പറ്റും. ഈശോ ഉത്തിതനായ ഈശോയെ കണ്ട ശേഷവും അവർക്ക് ആ ഭയം അവരിൽ വിട്ടുമാറാതെ അവർ വേട്ടയാടുന്നത് കാണാൻ പറ്റും. അവിടെ എന്ത് കുറവുള്ളവനാണ് ഈ ഭയം എന്നെപ്പോഴും ഈ കുറവുള്ളവനുള്ളതാണ്. എനിക്ക് കുറവുള്ളവനാണ്, ഞാൻ ചെറിയവനാണ്, ഞാൻ ആ കഴിവില്ലാത്തവനാണ്, ഞാൻ കഴിവില്ലാത്ത എനിക്ക് എന്ത് കുറവുകളുള്ളതുകൊണ്ട് മറ്റുള്ളവർ എന്നെ അംഗീകരിക്കത്തില്ല, എന്നെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് ലോകം മുഴുവൻ ബാധിച്ചിരിക്കുന്ന സംഭവമാണ്. ഇതാണ് മനുഷ്യന് എല്ലാവരും പേടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഭയമാണ്. സമൂഹത്തിലും മതങ്ങളെല്ലാം കാണാം, ഭയമാണ് കയറി പിടിക്കുന്നത്. അത് വരുമ്പോൾ സത്യവിരുദ്ധമായിട്ട് റിയാക്ഷൻസ് നെഗറ്റീവ് റിയാക്ഷൻസ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. കാരണം ഞാൻ ചെറുതായി പോകും, ഞാൻ വലിയവനായിട്ട് നിൽക്കണമെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്യാതെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, പിടിച്ച് നിൽക്കണമെങ്കിൽ ഫൈറ്റ് ചെയ്യണം എന്നുള്ള ചിന്ത വരികയാണ്. നേരെ മറിച്ച് ഈശോ ഫൈറ്റ് ചെയ്യാതെ നിൽക്കുകയാണ്. അതായത് SC 53 പറഞ്ഞ പോലെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴും രോമം കത്തിരിക്കപ്പെടുമ്പോഴും മൗനം അവലംബിക്കുന്ന കുഞ്ഞാടിനെ പോലെ ഈശോ നിൽക്കുന്നത്. അവൻ പരിശുദ്ധാത്മ എന്ന് പറഞ്ഞാൽ അവൻ ചെറുതാകത്തില്ല, അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കർത്താവിനൊന്നും ചെയ്യാൻ കണ്ടപ്പോൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഇവിടെ ഈ ഭയം മാറണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഭയത്തിൻ്റെ മേഖല വിട്ടുപോകണം. അത് വിട്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒറ്റക്കാലം ഈശോ പറഞ്ഞ വചനത്തിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോകണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 41-ാം അധ്യായം 8 മുതൽ 16 വരെ വചനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ, എൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സന്തതി, നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു, ഭയപ്പെടണം, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞവർക്കുള്ള ഏറ്റവും വലിയ അനുഭവം, അവരെപ്പോഴും പറയുന്നതും അവർ വിശ്വസിക്കുന്നതും അനുഭവിക്കുന്നതും കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ബോധ്യമാണ്. ആ ഒരു ബോധ്യമാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ്റെ അടയാളം. അതാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ പാപം ചെയ്യുകയില്ല. കാരണം കർത്താവ് അവൻ്റെ കൂടെയുള്ളത് കൊണ്ട് അവന് പാപത്തോടെ വിജയം വേണ്ട, അല്ലാതെ അവൻ വിജയിക്കുന്നതിന് ഉറപ്പാണ് അവന്. കാരണം അവൻ്റെ ഉള്ളിൽ ദൈവവിശ്വാസമുണ്ട്. അപ്പം അതുകൊണ്ട് പാപത്തിൻ്റെ വഴികളോ തിന്മയുടെ വഴികളോ വേണ്ട എനിക്ക്, അല്ലാതെ എനിക്ക് വിജയം കൈവരിക്കാൻ പറ്റും, കാരണം ദൈവത്തിൻ്റെ അന്ന് അവൻ്റെ കൂടെയുണ്ട്. അപ്പം ആ ഒരു ബോധ്യമാണ്. അതാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ്റെ തെളിവിതാണ്. വീണ്ടും വചനം പറയുകയാണ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിൻ്റെ 10 മുതൽ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും, നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ചു തല താഴ്ത്തും, നിന്നോട് ഏറ്റുമുട്ടുന്നത് നശിച്ചൊന്നുമല്ലാതെ തീരും, നിന്നോട് ചണ്ട കൂടുന്നവർ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല, നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും, നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. കണ്ടോ, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. അതാണ് തിരഞ്ഞെടുക്കപ്പെട്ട് പഴയ നിയമ ഇസ്രായേലിനെ ദൈവം വലത് കൈ, അവരുടെ ഇസ്രായേലിൻ്റെ വലത് കൈയിൽ കർത്താവ് പിടിച്ചിരിക്കുന്നു. എങ്കിൽ പുതിയ നിയമത്തിൻ്റെ ഇസ്രായേലായ നമ്മളും ഞാനും നിങ്ങളും വിശ്വസിക്കേണ്ടത് കർത്താവ് നമ്മുടെ വലത് കൈ പിടിച്ചിട്ടുണ്ട്. ആ കർത്താവ് ഉപേക്ഷിക്കാനല്ലത്, സ്വന്തമാക്കാൻ വേണ്ടി. ഒരുപക്ഷെ ചില സഹനങ്ങളോടൊക്കെ പോകുന്നതിന് കാരണം നമ്മൾ ഈ ഭയം മൂലം ദൈവവചനമൊക്കെ വിട്ട് നമ്മൾ തന്നെ നമ്മുടെ കാര്യം തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. നമുക്ക് ദൈവത്തെ പോലും പേടിയാണ്, നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല, ഒരാളെ പോലും വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ട് പോവുകയാണ്. ഇതാണ് ബന്ധനം എന്നുള്ളത്. അതാണ് പിശാച് മനുഷ്യഹൃദയത്തിൽ വിതച്ച ഭയത്തിൻ്റെ പരിണിത ഫലമാണത്. യെശയ്യാ 41-ന്റെ വീണ്ടും 13 മുതൽ വചനം, നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു,
ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ബൈബിൾ എപ്പോഴും പറയും, ഭയപ്പെടേണ്ട, ഞാൻ ദൈവം സഹായിക്കും. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം പ്രതികൂല സാഹചര്യമാകട്ടെ, കുടുംബ പ്രശ്നങ്ങളാകട്ടെ, മക്കൾ തലതിരിഞ്ഞു പോകുന്ന അവസ്ഥകളാകട്ടെ, ഒരുപാട് രോഗങ്ങളാകട്ടെ, സാമ്പത്തിക തകർച്ചകളാകട്ടെ, വിവാഹം നടക്കുന്നില്ല, പ്രായം കവിഞ്ഞിട്ട് ഒരു പ്രതീക്ഷ കാണുന്നില്ല, മുന്നോട്ട് എല്ലാ വാതിൽ അടഞ്ഞു കിടക്കുന്ന പോലെ, അപ്പോഴും ഭയപ്പെടാൻ ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ദൈവമുണ്ട്. ആ ദൈവം നിന്നെ സഹായിക്കും. അതിനെ വിശ്വസിക്കണമല്ലോ. പലപ്പോഴും നീ നിൻ്റേതായ തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിലാണ് നീ തകർന്നു പോകുന്നത്. ദൈവവിശ്വാസം, അതാണ് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബോധ്യം, നമ്മുടെ കൂടെ എപ്പോഴും കർത്താവുണ്ട് എന്നുള്ള ബോധ്യമാണ്. ആ അനുഭവം നമ്മുടെ ആത്മാവിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുള്ള, നമ്മുടെ ചുറ്റുമുള്ള, നമ്മിലുള്ള കർത്താവ് യേശുവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ധൈര്യം തരുന്നത് പരിശുദ്ധാത്മാവ്, അല്ലെ ഭയമല്ല. ശിഷ്യന്മാർക്ക് ധൈര്യം കിട്ടി പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ. വീണ്ടും വചനം കാണാൻ പറ്റും. യെശയ്യാ 41:14 കർത്താവ് അരുളിച്ചത്, കൃപയായ യാക്കോബേ, ഇസ്രായേലിനെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിലെ പരിശുദ്ധനാണ് നിന്റെ രക്ഷ. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയ ഒരു മെതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിരുപോലെയാക്കും. നീ അവയെ പാറ്റുകയും കാറ്റവയെ പറപ്പിച്ചു കളയും, കൊടുങ്കാറ്റവയെ ചിതറിക്കുകയും ചെയ്യും. നീ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിലെ പരിശുദ്ധന് നീ അഭിമാനം കൊള്ളും. കേട്ടോ, കർത്താവിൻ്റെ അഭിമാനം കൊള്ളുക. കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നം ഒന്നേ ഉള്ളൂ, കർത്താവ് നമ്മുടെ കൂടെയുള്ളതിനെക്കുറിച്ചുള്ള ബോധ്യമില്ലായ്മ. അത് പലപ്പോഴും അതാണ് പൈശാചിക ബന്ധനം വരുന്നതിൻ്റെ പ്രത്യേകത. ഭയം കയറി പിടിക്കും. ഭയം എല്ലാത്തിനെയും ചെറിയ തടസ്സത്തെ പോലും വലിയ പ്രശ്നമാക്കി മാറ്റും. നമ്മൾ എപ്പോഴും കോംപ്ലക്സ് ഒരുപാട് കൊള്ളിക്കും. ഭയത്തിന് അടിമപ്പെട്ട മക്കൾക്കെല്ലാം കോംപ്ലക്സ് കൂടുതൽ, എന്ന് വെച്ചാൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകൾ വരിക. ഞാൻ ചെറുതായിപ്പോൾ അതുകൊണ്ട് ദൈവത്തെ മറന്നൊരു പ്രവർത്തനം നടക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ വചനത്തിൽ നമ്മൾ മുമ്പ് കേട്ടതുപോലെ, അതായത് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർ, നമുക്കറിയാം, ശിഷ്യന്മാർ ഈശോ കണ്ടുമുട്ടുമ്പോൾ അവർ ശത്രുക്കളെ, യഹൂദരെ ഭയന്ന് അതിൽ വാതിലടച്ചിരിക്കുമ്പോൾ കർത്താവ് അവരുടെ മധ്യേ വന്നു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അതിനുശേഷം ഈശോ അവരുടെ വിശ്വസിച്ചു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. കാരണം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാൽ ഈ ഭയം പോവുള്ളൂ. പരിശുദ്ധാത്മ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ധൈര്യം കിട്ടും. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ നാളുകളൊക്കെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങേണ്ടത് നമ്മൾ ഒറ്റ കാര്യത്തിന് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ പെന്തക്കോസ്ത് അനുഭവം കിട്ടി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ് ചിന്തകളുണ്ട്. ഞാൻ കൊള്ളില്ല, ഞാൻ ശരിയാകത്തില്ല, ഇതെല്ലാം ഞാൻ തെറ്റാണ്, ശരിയാണോ, ഭയങ്കര പലവിധത്തിലും ഇതിനെല്ലാത്തിനും മാറ്റം ഉണ്ടാവും. ഈ മാറ്റം വരാത്തതിൻ്റെ കാരണം ഈ പെന്തക്കോസ്ത് അനുഭവം വേണ്ട പോലെ സംഭവിക്കാത്തതുകൊണ്ടാണ്. 12 അപ്പസ്തോലന്മാർക്കും ഈശോയുടെ അവരുടെ കൂടെ ഉണ്ടായിരുന്നവർ ശിഷ്യന്മാർക്കും അങ്ങനെ 120 പേർക്ക് പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ അതോടെ അവരുടെ ഭയം വിട്ടുപോയി. അവർ പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത് അവർക്ക് ആ ഭയം പോകണം. തെറ്റായ ചിന്ത നമ്മൾ എല്ലാത്തിനും നമ്മളാണെല്ലാം കൊണ്ടുപോകുന്നത്. ഭയത്തിൻ്റെ മേഖല കഴിയുമ്പോൾ ഭയം ഒരാൾ വരുമ്പോൾ പിന്നെ അവനാണെല്ലാം കൊണ്ടുപോകുന്നത്. ഭയം മാറിക്കഴിയുമ്പോൾ ദൈവമാണെല്ലാം കൊണ്ടുപോകുന്നത്, ദൈവമാണ് എന്നെ നടത്തുന്നത്, ദൈവൻ്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു, ദൈവം എല്ലാം നന്നായിട്ട് കൊണ്ടുവരും എന്നുള്ള വലിയ പ്രത്യാശ കിട്ടുകയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 31 വരെയുള്ള വചനം നമുക്കറിയാം. അവിടെ ശത്രുക്കളിൽ നിന്ന്, യഹൂദരിൽ നിന്ന് പീഡനമേറ്റ ആദിമസഭ അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന സംഭവമാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തിലെ വചനം 30-31 വചനം, ശരി 29-30 വചനം, 29-30-31 വചനങ്ങൾ. അപ്പോസ്തല പ്രവർത്തനം 4-ന്റെ 29-30-31 വചനം. അതിന് കർത്താവേ, അവരുടെ ഭീഷണികളെ അവർ ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അപ്പോൾ ഈ ധൈര്യം, സുവിശേഷം പ്രസംഗിക്കാനുള്ള ധൈര്യം എന്നുള്ളത് അത് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ധൈര്യമാണത്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിറയുമ്പോൾ ഈശോ കർത്താവാണെന്ന് എല്ലായിടത്തും പ്രസംഗിക്കാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനത്തിൽ പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ പ്രസംഗിക്കുന്ന ചില വചനങ്ങളുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 28-ാമത്തെ അധ്യായത്തിലാണ്. വളരെ നല്ലൊരു വചനമാണത്, വായിച്ച് ധ്യാനിക്കേണ്ട വചനമാണ്. 20 മുതൽ 22 വരെയുള്ള വചനം. അപ്പോസ്തല പ്രവർത്തനം 28-ന്റെ 20 മുതൽ 22 വരെ വചനം. ഇക്കാരണത്താലാണ് നിങ്ങളെ കണ്ട് സംസാരിക്കാൻ ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയത്. എന്തെന്നാൽ ഇസ്രായേലിൻ്റെ പ്രത്യാശയെപ്പറ്റിയാണ് ഞാൻ ഈ ചങ്ങലകളാൽ ബന്ധിതനായിരിക്കുന്നത്. അവർ അവനോട് പറഞ്ഞു, നിന്നെക്കുറിച്ച് യൂദയായിൽ നിന്ന് ഞങ്ങൾക്ക് കത്തൊന്നും ലഭിച്ചിട്ടില്ല. ഇവിടെ വന്ന സഹോദരരാരും നിനക്കെതിരായി വിവരം തരികയോ നിന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ ചെയ്തിട്ടുമില്ല. എന്നാൽ നിൻ്റെ അഭിപ്രായങ്ങൾ എന്തെല്ലാമാണെന്ന് നിന്നിൽ നിന്ന് തന്നെ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
ഇത് ഞങ്ങൾക്കറിയാം. ഈ മതവിഭാഗത്തെ എല്ലായിടത്തും ആളുകൾ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. അവനുമായി സംസാരിക്കാൻ അവർ ഒരു ദിവസം നിശ്ചയിച്ചു. അതാണ് 23 മുതൽ വചനം, 23 മുതൽ 26 വരെയുള്ള വചനം വരുന്നുണ്ട്. അവനുമായി സംസാരിക്കാൻ അവർ ഒരു ദിവസം നിശ്ചയിച്ചു. അത് നിരവധി ആളുകൾ അവൻ്റെ വാസസ്ഥലത്ത് വന്നുകൂടി രാവിലെ മുതൽ സന്ധ്യ വരെ മോശയുടെ നിയമത്തെയും പ്രവാചകന്മാരെയും അടിസ്ഥാനപ്പെടുത്തി യേശുവിനെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ദൈവരാജ്യത്തെക്കുറിച്ച് പരസ്യമായി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പരസ്യമായിട്ട് പറയുകയാണ്. അപ്പോൾ അവിടെ തൊട്ടുമുമ്പുണ്ട് ഈ സമൂഹത്തെ, ഈ മതവിഭാഗത്തെ എല്ലായിടത്തും ആളുകൾ എതിർത്ത് സംസാരിക്കുന്നുണ്ടെന്ന് ശത്രുക്കൾ പറയുന്നുണ്ട്. അപ്പോൾ യഹൂദരായ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് തന്നെ അവിടെ തന്നെ പരസ്യമായിട്ട് കർത്താവിന് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഈശോയാണ് ദൈവം, ഈശോയാണ് കർത്താവ്, ഈശോയിലൂടെയാണ് രക്ഷ, അവനാണ് ജീവൻ എന്ന് കൃത്യമായിട്ട് സഭയെ പഠിപ്പിക്കുന്നത്, ആളുകൾ പഠിപ്പിക്കുന്ന പൗലോസ്ലീഹ. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവർക്ക് മാത്രമേ പ്രതികൂല സാഹചര്യങ്ങൾ നടുവിൽ നിന്നുകൊണ്ട് സുശം പൗലോസ്ലീഹ നമുക്ക് കാണാൻ പറഞ്ഞു. പൗലോസ്ലീഹയെ ബന്ധിക്കുന്ന സംഭവമുണ്ട്. അതായത് വിചാരണയ്ക്ക് നിർത്തുന്ന സമയത്ത് പോലും അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടും പൗലോസ്ലീഹ വചനം പ്രസംഗിക്കുന്നുണ്ട്. അവൻ ചങ്ങലകളെ ബന്ധിക്കപ്പെട്ട് നിൽക്കുമ്പോൾ പോലും അവൻ അവരുടെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവാണ്, യേശു കർത്താവാണെന്ന് ഏറ്റുപറയുന്നുണ്ട്. അവൻ്റെ അത്ഭുതങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വലിയ ദൈവിക ഇടപെടലുകളെ കുറിച്ച് പറഞ്ഞു. ആ വചനം നല്ലതാണ്. അതായത് അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 26-ാം അധ്യായം 24 മുതൽ 29 വരെ അവൻ ഇങ്ങനെ ന്യായവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫെസ്തൂസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, പൗലോസ് നിനക്ക് ഭ്രാന്താണ്, നിന്റെ വലിയ വിജ്ഞാനം എന്നെ ഭ്രാന്തനാക്കുന്നു. പൗലോസ് പറഞ്ഞു, അഭിവന്ദ്യനായ ഫെസ്തൂസ്, ഞാൻ ഭ്രാന്തനല്ല, സുബോധത്തോടെ സത്യം പറയുകയാണ്. രാജാവിന് ഇക്കാര്യങ്ങൾ അറിയാം. ഞാൻ അവനോട് തുറന്ന് പറയുകയാണ്. ഇവയിലൊന്നുപോലും അവൻ്റെ ശ്രദ്ധയിൽപ്പെടാതിരുന്നിട്ടില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്നാൽ ഇത് ഒഴിഞ്ഞു കോടതി സംഭവിച്ച കാര്യമല്ല. അഗ്രിപ്പ രാജാവേ, നീ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നില്ലേ? ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അഗ്രിപ്പ പൗലോസിന് പറഞ്ഞു, എളുപ്പത്തിൽ എന്നെ ക്രിസ്ത്യാനിയാക്കാമെന്നാണോ? പൗലോസ് പറഞ്ഞു, എളുപ്പത്തിലോ അല്ലാതെയോ നീ മാത്രമല്ല, ഇന്ന് എൻ്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചങ്ങലയുടെ കാര്യത്തിൽ ഒഴികെ എന്നെപ്പോലെ ആകണമെന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. എന്തൊരു അതാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ ചെയ്യുന്ന പ്രവൃത്തി അതാണ്. അവർക്ക് യാതൊരു ഭയവുമില്ല. അവർക്ക് ക്രിസ്തുവിനെ ഏറ്റുപറയാൻ, എല്ലാവരുടെ മുമ്പിൽ ഏറ്റുപറയാൻ പറ്റും. അടുത്ത് ഭയമാണ് നമ്മളെ ബന്ധിക്കുന്നത്. ഭയം വിട്ടുപോകാണ്ട് പ്രാർത്ഥിക്കുക. ഭയം പോകണമെങ്കിൽ ഒറ്റയുള്ളൂ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. എന്നും പരിശുദ്ധാത്മാവിനെ നിറയണമേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തരട്ടെ. അതറിയുമ്പോൾ നമ്മളതിലുള്ള തെറ്റായ ചിന്തകൾ, നമ്മൾ പല കാര്യങ്ങളും കാണും നമ്മുടെ ഒരു പ്രത്യേക കണ്ടുകൊണ്ടാണ്, കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് മാറിയിട്ട് നമ്മൾ കർത്താവിനോട് ചേർന്ന് വയ്ക്കും. പഴയ നിയമത്തിൽ വചനത്തിൽ പറയും, യാക്കോബേ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. വലത് കൈ പിടിച്ചിരിക്കുന്ന ദൈവം. അതാണ് യെശയ്യാ 41:13 പറയും, ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. അപ്പോൾ പുതിയ നിയമത്തിലും കർത്താവ് ഞാൻ നിൻ്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയുടെ മക്കളെ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പിന്നെ പൗലോസ്ലീഹ ഇത് കാണാൻ പറ്റും. പൗലോസ്ലീഹ തടവറയിലിടുമ്പോൾ ആ തടവറയിൽ കിടന്ന് സ്തുതിക്കുന്നതിന് കാരണം ഭയമില്ലാത്തതിനെ സ്തുതിക്കാൻ പറ്റും, ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. ആ നന്ദി കാണും. കാരണം അവൻ്റെ ഭയമില്ല. പരിശുദ്ധമുള്ള വ്യക്തിക്ക് ഏത് സാഹചര്യത്തിലും അവൻ ദൈവത്തെ സ്തുതിക്കും, ഏത് സാഹചര്യത്തിലും സ്തുതിക്കും. കാരണം വെച്ചാൽ അവിടെ ദൈവമഹത്വം ഉണ്ടാകാൻ പോവാണ്, ദൈവമഹത്വം സംഭവിക്കാൻ പോവാണ്. അവന് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അവൻ്റെ കൂടെ കർത്താവുണ്ടെന്നതിന് ബോധ്യമുണ്ട്. ഈ ജയിലിൽ കൊണ്ട് ലോകം കൊണ്ടിട്ടാൽ ഒന്നും സംഭവിക്കാൻ പോകില്ല. അത് ദൈവം അതിനെ നന്മയായിട്ട് മാറ്റുമെന്ന് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ ബോധ്യമുള്ളതുകൊണ്ടാണ് സന്തോഷത്തോടെ സ്തുതിച്ചുകൊണ്ട് ആ രാത്രി മുഴുവനും അവന് ആ ജയിലിൽ കഴിഞ്ഞ് സ്തുതിക്കുക. അപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അവൻ വിശ്വസിച്ചു, അത് സംഭവിച്ചു. അവൻ വിശ്വസിക്കുന്നത് സംഭവിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ഒരു തിന്മയുടെ ശക്തി നിന്നെ ആക്രമിക്കാനോ തൊടാനോ നിന്നെ ഉപദ്രവിക്കാനോ സാധ്യമല്ല. നീ കർത്താവിൻ്റെ സ്വന്തമാണെന്നുള്ള ബോധ്യം ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം എന്നുള്ള വചനം നമ്മുടെ ഹൃദയം സൂക്ഷിക്കണം. നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തെ സ്നേഹിക്കാനും ആ ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ധൈര്യത്തിൻ്റെ ആത്മാവ്, പ്രത്യാശയുടെ ആത്മാവ് നമ്മെ നയിക്കട്ടെ. റോമാലേഖനം 5:4-5 വചനം പറയും, കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യം നമുക്ക് പ്രത്യാശയും പ്രദാനം ചെയ്യുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. അതാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് കർത്താവിനെ സ്വന്തമാക്കി കഴിഞ്ഞു. നമ്മളെല്ലാം കർത്താവ് വസിക്കുന്നു. ഈശോ എന്നിലും നിങ്ങളും വസിക്കുന്നു. വിശ്വസിക്കാനും ഏറ്റുപറയാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങളുടെ യാത്രകളെയും ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ വാക്കുകളെയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും
ദൂരയാത്രയ്ക്ക് പോയിരിക്കുന്നവരെ സമീപസ്ഥരെയും എല്ലാം കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ കാത്തു സൂക്ഷിക്കണേ ഈശോ, കാത്തു സൂക്ഷിക്കണേ ഈശോയെ, കാത്തു സൂക്ഷിക്കണമേ. പാറയെ പിളർന്നു ജലനദി ഒഴുക്കിയിടും, മാധുര്യമാക്കും മാറയും തെളിനീരും. പാറയെ പിളർന്നു ജലനദി ഒഴുക്കിയിടും, മാധുര്യമാക്കും മാറയും തെളിനീരും. കരുതുന്ന ദൈവം, കനിവുള്ള ദൈവം, കണ്ണീർ തുടയ്ക്കുന്ന ദൈവം. കരുതുന്ന ദൈവം, കനിവുള്ള ദൈവം, കണ്ണീർ തുടയ്ക്കുന്ന ദൈവം. നോവുകൾ നിറയും മരുഭൂയാത്രയതിൽ, ഭാരങ്ങളേറും ഈ ലോകവീഥിയതിൽ, യേശുവാമിടയൻ കൂടെയുണ്ട്, കൺമണി പോലെ കാത്തിടുവാൻ. യേശുവാമിടയൻ കൂടെയുണ്ട്, കൺമണി പോലെ കാത്തിടുവാൻ. ഉച്ചത്തിലെ കരങ്ങൾ ഉയർത്തുന്നു. കർത്താവിന്റെ കൃപകൾ എല്ലാ മക്കളുടെ മേൽ ഒഴുകട്ടെ. ഈശോയെ, ഈശോയെ ഞങ്ങളെ തൊടണമേ, അനുഗ്രഹിക്കണേ. ഹല്ലേലൂയ, 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 ശോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, 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 ശോ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.